ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ കടുക് യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ്. നമ്മളെപ്പോഴും കടുക് നമ്മുടെ കിച്ചണിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് കടുക് താളിക്കാനായിട്ട്, അതിനായിട്ടാണ് നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ കടുകെണ്ണ നമുക്ക് വാങ്ങിക്കാറുണ്ട്. കടുകെണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, അത് കിച്ചണിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾക്കും നമുക്ക് കടുകെണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ കടുകെണ്ണയൊന്നും അല്ല കേട്ടോ, നമ്മൾ ഈ ഒരു കടുകിന്ന് ഒരു സ്പൂണ് കടുക് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിന്ന് ഒരു സ്പൂണ് കടുക്, നല്ലോണം നിറച്ച ഒരു സ്പൂൺ കടുക് നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ലിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടികല്ലിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിനെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു കടുകുണ്ടല്ലോ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വിശപ്പില്ലായ്മ അതായത് ഗ്യാസ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് വിശപ്പ് വർദ്ധിക്കാനും ഒക്കെ ഈ ഒരു കടുക് വളരെ നല്ലതാണ്. ഇതുപോലെ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സ്പൂൺ ജസ്റ്റ് ഒന്ന് ഇടികല്ലിലിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ആ പച്ചയോടുകൂടി തന്നെ നമ്മളിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു 2 ടീസ്പൂണോളം ഇതുപോലെ കുറച്ച്, 2 ടീസ്പൂണല്ല വളരെ കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ഗ്ലാസ്സോളം വെള്ളം നമ്മളിതിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിൽ വയ്ക്കുക. ഒന്നുകൂടെ നന്നായി ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒരു 5-10 മിനിറ്റ് സമയം ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. തിളച്ചപ്പോൾ ആകുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ഈ ഒരു കടുകിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടും. അതിന് ശേഷം നമ്മളിത് ചൂടോടുകൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിനൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഈ അരിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തിളച്ച വെള്ളം ഉണ്ടല്ലോ നമുക്ക് നല്ല പോലെ തന്നെ തൊണ്ടവേദന അനുഭവപ്പെട്ട് നമുക്ക് ഭയങ്കര അസഹ്യമായ തൊണ്ടവേദനയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് ഗാർഗിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഒരു 3-4 വട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദന നോർമലായിട്ട് നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ടൊക്കെ ഗാർഗിൾ ചെയ്യും. അതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഈ ഒരു തൊണ്ടവേദന നമുക്ക് റിലീഫ് കിട്ടാനായിട്ട് ഈ ഒരു വെള്ളം വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പില്ലായ്മയും അതുപോലെ ദഹനക്കേട്, നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അത് ദഹിക്കാതെ നമുക്കുള്ള ഓരോ പുളിച്ച് തീട്ടി വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കടുക് ഓൾറെഡി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് നമ്മൾ തിളപ്പിച്ച് ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദഹനക്കേട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതുപോലെ വായ്ക്കകത്ത് ഇപ്പോൾ മോണയിലൊക്കെ മോണപ്പഴുപ്പോ വായ്പുണ്ണൊക്കെ വന്നിട്ടുണ്ട്, ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഈ ഒരു വെള്ളം വായിലൊഴിച്ച് നന്നായി വായി 2-3 വട്ടം കൊൽക്കുഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു വായ്പുണ്ണ് മാറാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കടുകൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കടുകിനെ നമ്മൾ വറുക്കുക ചൂടാക്കുക ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് കഴുകി ഒന്ന് വേഗം പെട്ടെന്ന് തന്നെ നമുക്കത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പോഴത്തെ വെയിലിന് ഒന്ന് ജസ്റ്റ് ആ ഒരു നനവെല്ലാം പോയതിന് ശേഷം നമ്മൾ ഇതൊന്ന് പൊടിച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ കേട്ടോ, നമ്മളിപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഒഴിച്ചെടുക്കുന്നതും നമ്മൾ കടുക് നേരത്തെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്ന് ആ ഒരു പാത്രത്തിലുള്ള വെള്ളം തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇടികല്ലി വെച്ച് തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ചായതുകൊണ്ട് ഇടികല്ലി തന്നെ ചെയ്യാം. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്തതുണ്ടല്ലോ നമ്മുടെ കാൽമുട്ട് വേദനയൊക്കെ വന്നിട്ട് കാൽമുട്ട് വേദനയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഈ അരച്ചിരിക്കുന്ന ഈ ഒരു കടുകിൻ്റെ പേസ്റ്റ് നമ്മൾ ജസ്റ്റ് കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കോട്ടൺ തുണി യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടങ്ങുന്ന സമയം വരെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടുവേദനയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ. അതേപോലെ തന്നെയാണ് നമുക്ക് കാലിലൊക്കെ നീർക്കെട്ട് വന്നിട്ടുള്ള സമയത്ത്, നീര് ഉള്ള സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ ആ നീരുള്ള ഭാഗത്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കടുകിൻ്റെ പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു തുണി യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ കെട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നീരെല്ലാം തന്നെ വറ്റിപ്പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ തലവേദനയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഇതുപോലെ കടുക് അരച്ച ആ ഒരു കടുക് പേസ്റ്റിലേക്ക് ഒരു കർപ്പൂരം പൊടിച്ച് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ തലവേദനിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന മാറാനും അതുപോലെ തന്നെ മൈഗ്രെയിൻ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ മൈഗ്രെയിൻ മാറാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും.
അതേപോലെ തന്നെ നമ്മൾ കഫക്കെട്ടൊക്കെ വന്നിട്ട് നല്ല ബുദ്ധിമുട്ടുന്ന സമയത്ത് നെഞ്ചിൽ കഫം നിൽക്കുന്ന ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ ഇത് നമ്മൾ ആ നെഞ്ചിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തൊണ്ടയിലും നെഞ്ചിലൊക്കെ ഈ കടുക് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഫം നല്ല പോലെ തന്നെ ഇളകി പോകാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കടുക് ഉണ്ടല്ലോ, കടുക് ആൾ നിസ്സാരക്കാരനേ അല്ല കേട്ടോ. നമ്മൾ ഈ ഒരു കടുക് എപ്പോഴും കറിയൊക്കെ താളിക്കാൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. പച്ചമാങ്ങ പോയി പഴുത്ത മാങ്ങയായി തുടങ്ങി. അപ്പോൾ ഈ പഴുത്ത മാങ്ങ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിന്ന് ഇത് കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് 2 വലിയ സൈസുള്ള 2 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമ്മളിത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല എല്ലാം ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടാനായിട്ടാണ്. നമ്മൾ അങ്ങനെ മുറിച്ചതോടുകൂടി അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ കട്ടയായിട്ടൊക്കെ കിടക്കും. അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഇട്ടിട്ട് നമ്മളിതിനൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ആ സമയത്ത് നമുക്കിത് ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml നമ്മൾ വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വാനില എസൻസും കൂടെ കുറച്ച് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ബീറ്റർ ആവശ്യം ഇല്ല കേട്ടോ. നമ്മൾ മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ മിക്സിയിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ പാടില്ല കേട്ടോ. അഥവാ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സാധാരണ കേക്കിനൊക്കെ നല്ല ഫൈനായിട്ട് സ്റ്റിഫായിട്ടൊക്കെ നമ്മൾ എടുക്കും. അങ്ങനെ ആവശ്യമില്ല. ഒരു ലൂസുള്ള കൺസിസ്റ്റൻസി തന്നെ നമ്മളിതിനൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ നമ്മളിതായി ഇതുപോലെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മാമ്പഴ പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ പോപ്സിക്കിൾസിൻ്റെ ആ ഒരു മോൾഡ് ഉണ്ടല്ലോ, അതിപ്പോൾ അതിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ ഐസ്ക്രീമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പോപ്സിക്കിൾസ് ആക്കിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതിയാവും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഈ ഒരു മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ടൊക്കെ വേണം നമ്മളിതിലേക്ക് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളൊരു സ്പൂണിൻ്റെ ബാക്ക് വശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പച്ചമാങ്ങ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐസ്ക്രീം ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു മാമ്പഴം യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഒരു 6-7 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് എടുക്കുന്ന ആ ഒരു പോർഷൻ മാത്രം കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് തിരിച്ച് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഈ ഒരു റെസിപ്പിയും അതുപോലെ ടിപ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.